പിന്നെ പിടിക്കട്ടോ. 27 rupiah, 28 rupiah, 28 rupiah, 28 rupiah, 800, 900. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PK ഫാമിലി CKM എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ പോകുന്നത് ഒരു കല്യാണത്തിനാണ്. നമുക്കിന്നൊരു കല്യാണമുണ്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ. അപ്പോൾ നമുക്ക് കല്യാണം വരുന്നത് വെളിയങ്കോടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സിംഗർ സലീം കൊടത്തൂരിന്റെ വീട്. മഴയാണ് ഗൈസ്, ഭയങ്കര മഴയാണ്. മഴയത്ത് യാത്ര പോകുമ്പോ എന്താ ഭംഗി. ഒരു പാട്ടും കൂടി ആയാലോ. മഴ കാണുമ്പോ എനിക്കൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. ആ പാട്ടൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം. പണ്ടൊരു മഴയിൽ എന്റെ കുടിലും ചോരുമായിരുന്നു, അന്നാ മഴയിൽ എനിക്കിനാവും നനയുമായിരുന്നു. കണ്ണു നിറയാതെന്റെ ഉമ്മാൻ്റുള്ളു പിടയുമ്പോ വെറുതെയാണ് ജന്മമെന്നും തനിയെ പറഞ്ഞിരുന്നു ഞാൻ, തനിയെ പറഞ്ഞിരുന്നു. പാമരൻ ഞാനെൻ ജന്മമോർക്കുമ്പോൾ പുഞ്ചിരി ഇന്നോ കവിതയാകുന്നു. ഞാനിന്നുറാവിൻ പാട്ടുകാരൻ, വിരഹം ഒരു പാമരൻ, കഥനമെഴുതിയ കവിതയും ഒരു ജീവിതം തന്നു. എങ്കിലും ആ നഷ്ടമോർത്ത് തീരെ കഴിയുന്നു, ഇവിടം തീരെ കഴിയുന്നു. പണ്ടൊരു മഴയിൽ എന്റെ കുടിലും ചോരുമായിരുന്നു, അന്നാ മഴയിൽ എനിക്കിനാവും നനയുമായിരുന്നു, നനയുമായിരുന്നു. ഹലോ. ഹലോ. കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഗൈസ്. മക്കള് ഫോണ് കാണാട്ട. നമ്മളിഞ്ഞി പൊന്നാനിക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം പൊന്നാനി. ഇവിടുന്ന് നേരെ പോകുന്നതാണ് കേട്ടോ ഹാർബറേക്കുള്ള വഴി. അപ്പോൾ ഉള്ളിലേക്ക് പോകാൻ കാറിന് അവർ 40 രൂപയാണ് അവിടെ ഈടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി പുറത്ത് പാർക്ക് ചെയ്ത് നടക്കാവുന്ന ദൂരേ ഉള്ളൂ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അതിൻ്റെ ഉള്ളിൽ കാണുന്ന കയറ്റണമെങ്കിലും. ഇതാണ് ഹാർബറേക്ക് വരുന്ന എൻട്രൻസ്. ഇവിടെ കാറിന് 40 രൂപ കേട്ടോ. നടന്ന് വരികയാണെങ്കിൽ വലിയ ആൾക്കാർക്ക് ഒരാൾക്ക് 10 രൂപ വേണം. നമ്മളേക്ക് 20 രൂപ വാങ്ങിച്ച്. അത് പറഞ്ഞോ ചൂടാ എവിടെ വണ്ടി മൊത്തം ചെമ്മീൻ. ഫോട്ടോ നമ്മളോട് നമ്മളെ ഇവർ ചങ്ങനക്കുളത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവർ പൊന്നാനിയിൽ നിന്ന് വന്നിട്ട് ചങ്ങനക്കുളത്താണ് കച്ചവടം ചെയ്യൽ. നമ്മളായിട്ട് നല്ല സൗഹൃദത്തിലുള്ള ഒരാൾക്കാരാണ്. ഇവരെ ഞാൻ അവിടെ വെച്ചിട്ടാണ് കണ്ടത്. ഞങ്ങൾ അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവർ വണ്ടിയായിട്ട് വരുന്നുണ്ടായിരുന്നു.
പിന്നെ ഇവർ ചങ്ങനകുളത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഒരു 2:30-3 മണി ആവുന്നേ ഉള്ളൂ. അവരൊരു 4 മണി 4:30 ആകുമ്പോഴത്തേന് അവിടെ എത്തും. അവരാകെ അങ്ങോട്ടല്ലേ സമയത്താണ് അവർ അവിടെ കച്ചവടം ചെയ്യുക. ഇവർ ചങ്ങനകുളത്ത് വന്ന് വിൽക്കാൻ നേരത്തെ നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും മറ്റേ ഇത് മാർക്കറ്റ് മീനാണ്. നമ്മളടക്കം പറയാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് കാണുമ്പോൾ ഇത് മാർക്കറ്റ് മീനാവും, ഇപ്പം ഇത്രയും മഴയുള്ള സമയത്ത് എങ്ങനെയാണ് ഇവർക്ക് മീൻ കിട്ടണത്, മാർക്കറ്റ് മീനാവും, പുറത്തുനിന്ന് വരുന്ന മീനാവും എന്നാണ് പറയാറ്. പക്ഷേ അവിടെ വരുന്ന ചങ്ങനകുളത്ത് വരുന്ന എല്ലാവരും ഇന്ന് ഇവിടെ വെച്ച് കണ്ടിട്ട് ഞാൻ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ വണ്ടിയായിട്ട് വരുന്ന ഒരു 5-6 വണ്ടിക്കാരുണ്ട്. അവരെല്ലാവരും ഉണ്ട്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഒരു മീൻ എടുത്തിട്ട് കൊണ്ടുവരുന്നത്. ഇത് മാർക്കറ്റ് മീനെന്നല്ല, ഇത് നല്ല ഫ്രഷ് മീൻ തന്നെയാണ്. ആ ബോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് അവിടുന്ന് കൊട്ട കൊണ്ടുപോയിട്ട് അവരെ വണ്ടിയിൽ എത്തുന്നത് ഞാൻ ശരിക്കും എൻ്റെ കണ്ണായിട്ട് കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഫ്രഷ് മീനാട്ടോ, അല്ലാതെ മാർക്കറ്റ് മീനല്ല. അവരേക്കൊന്ന് മീൻ വാങ്ങണ നമ്മുടെ നാട്ടുകാരും കാണുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ അവരത് അറിഞ്ഞിരുന്നോട്ടെ. ഇത് ഫ്രഷ് മീനാണ്. ഇപ്പോൾ ഈ വരുന്നതൊക്കെ നല്ല ഫുൾ മീനായിട്ട് വരുന്നതാണ്. അതിൽ നിന്നുള്ള ഒരു കൊട്ട എടുത്തിട്ടാണ് അവർ വണ്ടിയിൽ നിറച്ചിട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ മീനും വളരെ വിലക്കുറവിൽ കിട്ടും. പക്ഷെ അത് വിളിച്ചെടുക്കാൻ അറിയണം. അങ്ങനെ ആകുമ്പോഴേ വിലക്കുറവ് ഉള്ളൂ. അതായത് ആ വഞ്ചി വന്ന് നിൽക്കുമ്പോൾ അതിന് വലിയ കൊട്ടയിലാക്കിയിട്ട് വിൽക്കുന്നത് കച്ചവടക്കാർക്കായിട്ടുള്ള ലേലം അവിടെ നടക്കുന്നുണ്ട്. അതിന് പുറമെ ചെറിയ കൊട്ടയിൽ ചെറിയ ഒരു വലയിലാക്കിയിട്ട് കൊടുത്തിട്ട് അവിടെ നിലത്ത് ഇടും. നിലത്ത് ഇട്ടതിൻ്റെ ശേഷം അവരത് ലേലം ചെയ്യും. അപ്പോൾ നമുക്ക് വാങ്ങാം. അത് വാങ്ങുമ്പോൾ നോക്കിയും ശ്രദ്ധിച്ചും വാങ്ങിക്കണം, അല്ലെങ്കിൽ കുറച്ച് ഓവർ വില ആയിപ്പോവും. അവരവിടെ അവരെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അതിലേറെ ലേലം വിളിക്കുന്നത്. അവർ ഒരു 800 പറഞ്ഞിട്ട് പിന്നെ അത് 2000 വരെ പോകും. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അത് വാങ്ങുന്ന ആൾക്കാർ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു 2000-2400 വിളിച്ചത് ചിലപ്പോൾ ഒരു 1800 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ലേലം ചെയ്യുമ്പോൾ അത് 2-3 പ്രാവശ്യം അത് നോക്കിയതിൻ്റെ ശേഷം നോക്കി വാങ്ങിച്ചാൽ നല്ല ലാഭത്തിൽ മീനെ കിട്ടും. ഞങ്ങൾ പോയ സമയത്ത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് ചെമ്മീനാണ്. ചെറിയ ചെമ്മീനുണ്ടായിരുന്നു, മീഡിയം സൈസ് ചെമ്മീനുണ്ടായിരുന്നു, നല്ല വലിയ വലിപ്പമുള്ള ചെമ്മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിൽക്കുന്ന ആളൊക്കെ അവിടെ ചങ്ങനകുളത്ത് വരുന്ന ആളാണ്. ഇപ്പോൾ ഫോൺ ചെയ്യുന്ന ആളുകൾ അതൊക്കെ ചങ്ങനകുളത്ത് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ. ഇപ്പോൾ ഞാൻ 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചങ്ങനകുളത്ത് വൈകുന്നേരങ്ങളിൽ മീൻ വിൽക്കാനായിട്ട് കാണുന്നതാണ്. അവരൊക്കെ ഭയങ്കര സ്നേഹത്തോട് കൂട്ടിട്ട് നമ്മളോട് അവിടെ നിന്ന് പെരുമാറുന്ന ചായ കുടിക്കണോ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പെരുമാറ്റങ്ങളൊക്കെ. ചെമ്മീനും പിന്നെ അയക്കോറ ഉണ്ടായിരുന്നു, പിന്നെ അയില ഉണ്ടായിരുന്നു, മത്തി സ്വല്പം ഉണ്ടായിരുന്നു. മത്തി ഇപ്പോൾ ഭയങ്കര വിലയുണ്ട്, മത്തി കിട്ടാനുമില്ല. മത്തി വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അയില ഉണ്ടായിരുന്നു, പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു, അയക്കോറ ഉണ്ടായിരുന്നു. അതായിരുന്നു അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ ഒരു 2-3 മണിയുടെ ഉള്ളിലായിട്ടുണ്ടാവും. ആ സമയത്ത് തിരക്കാണ് ഈ കാണുന്നത്. അവിടുന്ന് ഒരു 1 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ആ ഭാഗം ഫുള്ളായി നിറഞ്ഞിട്ടുണ്ട്. ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ആയ കാരണം ഞങ്ങൾ വീഡിയോ എടുത്ത ഞായറാഴ്ച. അപ്പോൾ ഞായറാഴ്ച ആയ കാരണം ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ചെമ്മീൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും. മീഡിയം സൈസ് കൊണ്ട് നല്ല വലിപ്പമുള്ള ചെമ്മീനാണ്. വലുതെന്താ വില? ഇത് വലുതെന്താ വില?
കൊടുത്താ അതിലെ മറ്റല്ലേ ഭാര്യ വെള്ളക്കാരി വാരിച്ചിനാണ് 11 റുപ്യ 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 50 ഞാൻ പറഞ്ഞിട്ട് പിടിക്കാണ് 12 പറഞ്ഞിട്ട് അതിന് പുറത്തേക്ക് പറഞ്ഞിട്ട് 6 റുപ്യ പറഞ്ഞിട്ട് 6 പറഞ്ഞിട്ട് 6 പറഞ്ഞിട്ട് 6 പറഞ്ഞിട്ട് 7 റുപ്യ പറഞ്ഞിട്ട് 7 റുപ്യ പറഞ്ഞിട്ട് അതിന്റെ ടേബിള് ഞാൻ 2000 റുപ്യക്ക് അടുത്ത് 300 ലാഭത്തിനാണ്. ഓ അയില 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 വളാഞ്ചേരി കാവുമ്പുറം വളാഞ്ചേരി 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 അതിലെ 9 റുപ്യ അതിലെ എന്താണ് പോന്നെ 9 റുപ്യ അതിലെ 9 റുപ്യ ഇല്ല ഇല്ല
എന്താ വർക്കത്ത് രാവിലെ തൊട്ട് തുടങ്ങിയതല്ലത്. 81 എത്ര പ്രശ്നമില്ലാണ്. ഏക്കർ എന്താ കൂടുതൽ വേണോ? ഇല്ല കുറച്ച് 5 മതിയോ? എന്ത് വരും 700 തോട്ടെ തോട്ടെ അത് അവര് അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ സൗകര്യം പറഞ്ഞ് മനസ്സിലാക്കും.